എല്ലാ മാന്യ പ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, വലിയൊരു ചോദ്യത്തിന് മുമ്പിലാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്: പൂർവ്വപിതായ അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായി മോറിയ മലയുടെ നെറുകിലെത്തി. അവസാന നിമിഷം ദൈവം ഇടപെട്ട് പുത്രനെ തിരിച്ചു കൊടുത്തു. പകരം ഒരാട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചാൽ മതിയെന്ന് ദൈവം പറഞ്ഞു. ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാതെ തിരിച്ചു കൊടുത്തത് തൻ്റെ പുത്രനെ തന്നെ ഭാവിയിൽ ബലിയർപ്പിക്കാനിരുന്നത് കൊണ്ടാണ്. ഇത് ശരിയാണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. ദൈവം ഒരിക്കലും മനുഷ്യൻ ബലിയർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവമല്ല. പക്ഷെ ഒരു കാലത്ത് ജനം അങ്ങനെ ധരിച്ചു, ദൈവം ബലിയിൽ പ്രസാദിക്കുന്നവനാണ് എന്ന് ധരിച്ചു. ആ ധാരണയനുസരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ അംഗീകാരം അഥവാ ദൈവസ്വീകാര്യത ലഭിക്കാൻ അവർ ബലിയർപ്പിച്ചു. അബ്രാഹത്തിൻ്റെ കാലത്ത് നരബലി അർപ്പിക്കുന്നൊരു സമൂഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രാഹവും ഇങ്ങനെ വിചാരിച്ചു, ദൈവം എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്, ഒരുപക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അബ്രാഹാം ഇസ്ഹാക്കിനെ സ്നേഹിച്ചു എന്നൊരു തോന്നലിനായിരിക്കാം അങ്ങനെ ഒരു ചിന്ത അബ്രാഹത്തിനുണ്ടായത്. ഏതായാലും ഇതിനകത്ത് നാം കാണുന്നത് അബ്രാഹാം അനുസരണയുള്ളവനാണ്. അബ്രാഹാം അനുസരണയോടെ മകനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. ദൈവം ആവശ്യപ്പെട്ടാൽ എന്തും ഉപേക്ഷിക്കുവാൻ സന്നദ്ധനാണ് എന്നുള്ള ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനമാണ് നമ്മളോട് കാണുന്നത്. അങ്ങനെയാണ് അബ്രാഹാം വിശ്വാസികളുടെ പിതാവാകുന്നത്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നു. തനിക്ക് ആശ്രയമാകുന്ന മകനെ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാകുന്ന അബ്രാഹാം വിശ്വാസികളുടെ പിതാവാണ്. സത്യത്തിൽ അബ്രാഹത്തോട് ദൈവം പുത്രനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നോ? ഏതായാലും അബ്രാഹത്തിന് അങ്ങനെ തോന്നി. ആ തോന്നലനുസരിച്ച് അബ്രാഹാം ബലിയർപ്പിക്കാൻ തയ്യാറായി. നല്ല കാര്യമാണ്. പക്ഷെ വീണ്ടും അബ്രാഹത്തിന് തോന്നി, ദൈവം എന്നെ വിലക്കുന്നു. സത്യമായിട്ടും ആ തോന്നലും അബ്രാഹാം സ്വീകരിച്ചു. അങ്ങനെ മകന് പകരം ദൈവം കാണിച്ചു കൊടുത്ത ആടിനെ ബലിയർപ്പിച്ച് മകനെയും കൊണ്ട് അബ്രാഹാം വീട്ടിലേക്ക് മടങ്ങി. ദൈവം നരബലിയിലാണ് പ്രസാദിക്കുന്നത് എന്ന് കരുതിയ മനുഷ്യനെ ദൈവം അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നമ്മളോട് കാണുകയാണ്. നമുക്കറിയാം, ഈ സാഹചര്യത്തിൽ നീ ഒരു ബലിയും അർപ്പിക്കണ്ട എന്ന് ദൈവം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കില്ല. അതുകൊണ്ട് നീ ഒരു മൃഗത്തെ ബലിയർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ഇസ്രായേലിലൊരു ചടങ്ങുണ്ടായിരുന്നു, കടിഞ്ഞൂൽ പുത്രന്മാരെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക എന്നുള്ളത്. ഈശോയുടെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 24-ാം വാക്യത്തിൽ പൈതലായ ഈശോയെ ദേവാലയത്തിൽ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ജോഡി ചങ്ങാലികളെ, 2 പ്രാവും കുഞ്ഞുങ്ങളെയും ബലിയർപ്പിക്കാനുള്ള നിർദ്ദേശം അനുസരിച്ച് അങ്ങനെ ഒരു ബലിയർപ്പണവും അവിടെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ചടങ്ങുണ്ടായത്? അതിന് കാരണം ഇതാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവർ തിരിച്ചു പോകുന്ന ദിവസം, പെസഹ രാത്രിയിൽ, സംഹാരദൂതൻ വന്ന് ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം സംഹരിച്ചു. എന്നാൽ ഇസ്രായേൽക്കാർ പെസഹ ആചരിച്ചതുകൊണ്ട് കട്ടളപ്പടിയുമായി രക്തം കണ്ട് സംഹാരദൂതൻ അവരെ ഉപദ്രവിക്കാതെ അവരെ രക്ഷിച്ചുകൊണ്ട് കടന്നുപോയി. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി തങ്ങളുടെ കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവം സംരക്ഷിച്ചു. അതുകൊണ്ട് ആ കടിഞ്ഞൂൽ പുത്രന്മാർ ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ദൈവത്തിന് കടിഞ്ഞൂൽ പുത്രന്മാരെ സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ആ പുത്രന്മാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് പകരം ഒരാട്ടിൻകുട്ടിയെയോ ഒരു ജോഡി ചങ്ങാലിയെയോ 2 പ്രാവും കുഞ്ഞുങ്ങളെയൊക്കെ പകരം ബലിയർപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇത് അബ്രാഹത്തിൻ്റെ ഈ ബലിയിൽ നിന്ന് കിട്ടിയ പ്രചോദനമായിരിക്കാം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ മകനെ അർപ്പിക്കണ്ട, മകന് പകരം ഈ ആടിനെ അർപ്പിച്ചാൽ മതി. ഇവിടെയൊക്കെ നാം കാണുന്നത് ദൈവം ബലിയർപ്പണത്തിൽ പ്രസാദിക്കുന്നു
എന്ന ആ ചിന്തയിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ്. യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അതിനെക്കുറിച്ച് പറയേണ്ടത്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഒരടയാളമാണത്. സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണത്. എന്തുകൊണ്ടത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി? സകല മനുഷ്യരെയും ദൈവം സ്വീകരിക്കുമെന്ന്, ദൈവ സ്വീകാര്യത ഏത് പാപിക്കുമുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബലിയർപ്പണമായിരുന്നത്. ദൈവം ഏത് ക്രൂരകൃത്യം ചെയ്യുന്നവരെയും ദൈവം കൈവിടാതെ സ്വീകരിക്കും, ദൈവം അവരുടെ പക്ഷത്ത് നിൽക്കും എന്നത് മനുഷ്യനെ വിശ്വസിപ്പിക്കാനുള്ള ബലിയായിരുന്നു. അങ്ങനെ വിശ്വസിപ്പിക്കുന്നതിലൂടെ മനുഷ്യനെ ദൈവത്വത്തിലേക്ക് അനുരഞ്ജിപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തെ മുൻനിർത്തിയാണ് ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കാതെ ദൈവം തിരിച്ചു കൊടുത്തത്, അത് തടഞ്ഞത്, അങ്ങനെ വെറുതെ വിട്ടത് എന്നൊക്കെ പറയുന്നത്. അത് ഒരുതരം യുക്തിയാണത്. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേരുന്നതല്ലത്. നമുക്കതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ബലിയർപ്പണം എന്തിനായിരുന്നു? മനുഷ്യരാരും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഒരു ബലിയും അർപ്പിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ദൈവം മനുഷ്യനെ സംപ്രീതനാണ്. അതറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടാൽ മതി എന്ന വലിയ സത്യമാണ് ഈശോയുടെ ബലിയർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.